അപ്പോൾ ഗൈസ് നമ്മൾ തെരുവിലെത്തി, നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തി. എന്താ തെരുവിനെ കുറിച്ച് പറയാനുള്ളൂ? പറയും. തെരുവ് നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഇരുന്ന സ്ഥലമാണ് തെരുവ്. പുതുപ്പള്ളി സ്ട്രീറ്റ് നമ്മൾ ജനിച്ച് കളിച്ച് വളർന്ന സ്ഥലമാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഇവിടുന്ന് മാറി ഒരു ദുനിയാവിൻ്റെ അറ്റത്ത് പോയി ലഗ. അതുകൊണ്ട് എത്ര കിലോമീറ്റർ ഇങ്ങോട്ട് വരണം നമുക്ക്? ഒന്ന് കാണണമെങ്കിൽ തന്നെ നമുക്ക് 100 രൂപ കണ്ടടിക്കേണ്ട അവസ്ഥ. തറവാടുണ്ട് ഇവിടെ, തറവാട് ധനിജിക്ക തകര 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 കറ കറ തകര 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 ഇറങ്ങിക്കോ. ഗൈസ് അവന്മാരിനെ നെട്ടിക്കളഞ്ഞു. ചെക്കന്മാര് നെട്ടിക്കളഞ്ഞു ഗൈസ്. ഇതെന്താ കല്യാണ പരിപാടികളോ? കല്യാണ പരിപാടിയാ? എന്താണ് പാട്? 3 പേരും വന്നു. ഞാൻ ഇന്നലെ ഉച്ചക്ക് എന്ത് സൗണ്ട് ഇങ്ങോട്ട് പോയി? ജ്യൂസ് കുടിച്ചപ്പോ ഇങ്ങനെയാ? പെട്ടെന്ന് നമ്മളെത്തൂല. എന്റെ വെക്കേഷൻ അല്ലടാ സെപ്റ്റംബറില്. എന്താ ഒന്നും അറിയാത്ത പോലെ തുടക്കല്ലേ? ആരാണ് ഒക്കെ പറ്റേ? ഇല്ലല്ല, ഇക്ക മുന്നേ എത്തി. ഞാൻ ഇന്നലെ എത്തി. എന്റെ ഒപ്പം അപ്പൊ നമ്മള് പഠിച്ച സ്ഥലമാണ് എന്നാ നമ്മുടെ സ്ഥലമാണിത് ഫുള്ള്. അതാണ് നമ്മുടെ മെയിൻ തങ്കക്കുളം. നമ്മൾ പഠിച്ച സ്ഥലമാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള ചെക്കന്മാരുണ്ട്, അവര് വന്നിട്ട് നമുക്ക് അവന്റെ റിയാക്ഷൻ കൂടി കണ്ടോക്കാം. ഇപ്പൊ നിന്നൊന്നും പറഞ്ഞിട്ട് വരുന്നേ ബാബു. സലാം. എന്തൊക്കെയാണ് പാട്? എന്റെ സെപ്റ്റംബറിൽ വെക്കേഷനാ. വെക്കേഷൻ ആയില്ലേ? അപ്പൊ ഫുൾ ടീം ഫുൾ പവർ. ഷമീമാണ് ഇന്ന് ക്യാമറമാന്. എന്താണ് എന്നിട്ട് പാട്? ഉഷാറ്. വർക്കൊക്കെ എങ്ങനെ പോണ്? വണ്ടി എങ്ങനെയുണ്ട്? ഞാൻ ഇവനെ കൊണ്ട് നിന്റെ വണ്ടി എങ്ങനെയുണ്ട് ചോദിച്ചേ. നല്ല വണ്ടി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബാബു? സർപ്രൈസ് ആയാ? സർപ്രൈസ്, വെൽ സർപ്രൈസ്. പിന്നെ നീ ഇങ്ങനെ പെട്ടെന്ന് വന്നാ? എനിക്കറിയില്ലാട്ടാ. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ എല്ലാവരും പറഞ്ഞാണ് സെപ്റ്റംബറിലാണ് വെക്കേഷൻ, സെപ്റ്റംബറിലാണ് വെക്കേഷൻ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ മൈൻഡ് തീർത്തും എന്റെ അവിടെ വാപ്പിയമ്മയൊക്കെ എല്ലാരും വീട്ടിലുണ്ട്. ഞാൻ ഇന്നലെ ഉച്ചക്കെത്തി. നിങ്ങൾ ശരിയായ ചപ്പന്മാരിട്ടാ. നിങ്ങൾ വാങ്ങിച്ചോ? നമ്മുടെ ടീം ഇങ്ങനെ സ്ലോ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒട്ടും പ്രതീക്ഷിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കറക്കം കേൾക്കുമല്ലോ. അങ്ങനെ എങ്ങനെയാ എന്തെങ്കിലും ന്യൂസ് ഉണ്ട്? അങ്ങനെ ആരും ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതോ വിത്തൂനെ കണ്ട് റിദാസ് എല്ലാരും ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞില്ല. അവർക്കും അറിയില്ല അവിടെ ഈ വീഡിയോ നമ്മൾ ഇതിലെത്തുമ്പോഴാണ് വിത്തൂന് അറിയുള്ളൂ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായ? 3 ദിവസം മുന്നേ ഞാൻ വിത്തൂന് റിദാസിനടക്കം മീറ്റ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് പോലും അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നത്. അവർ ചോദിച്ചാലും പോകണം എപ്പോഴാ പോകണം. ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട്. ഉഷാറായില്ലോ. അപ്പൊ ഞാൻ ഒരാള് ഇനി തിരക്കിലാണ്. അച്ചു തിരക്കിലാണ്. 9 മണി 10 മണിയാവും. ഷിഫു ഷിഫു അച്ചു ആബി അസ്കർ ചിലപ്പോഴേ വരുള്ളൂ. പോട്ടെ പണിയുണ്ടോ? സി കെ വരും.
സീക്ക് ഈ ആഴ്ച പോവും. ശരിയാഴ്ച അപ്പന്മാര് നിങ്ങള് നീ ഒരു ഡവറാട്ടെ നിങ്ങളാണ് ചപ്പന്മാര്. സെപ്റ്റംബറിലാണ് എന്റെ വെക്കേഷൻ. ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ ഏപ്രിലിൽ വന്ന് പോയി. 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, സെപ്റ്റംബറിലാണ് വെക്കേഷൻ. ഇവനു ചന്ദ്ര നീ ഇപ്പൊ നീ അറിഞ്ഞപ്പോഴും പറയുന്നതാണ് ജെകെ. ഇപ്രാവശ്യം പറഞ്ഞില്ല, എന്നാലും നൈസായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ അറിയണല്ലോ. ഇവൻ വഴി അറിയുമ്പോഴല്ല. ഗൈസ് ചെക്കന്മാരൊക്കെ വളരെ മോശമായിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇനി കാണാം ഗൈസ്. അപ്പൊ മൊഹാദ് വരുന്നുണ്ട്. അങ്ങോട്ട് പോയിക്കോട്ടാ. എനിക്കറിയാം നീ 120 പിടിക്കുന്ന. എനിക്കറിയാം. ചേട്ടൻ വന്നിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി അവൻ വെറുതെ കാണാണ്ടേക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണോ വിചാരിച്ചു. നീ വണ്ടി കണ്ടു പിടിച്ചില്ലേ? ഇപ്പൊ ആകെ ബ്രദേഴ്സ് പാക്ക് ജംഷിദിനായിട്ട് അറിയുള്ളൂ. പണ്ട് 2015 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ MJK ഉണ്ടായിരുന്നു, മുഹമ്മദ് ജംഷിദ് ഖാൻ. അവനറിയില്ലെന്ന് കേട്ട് ആളന്നേ. നീ വണ്ടി കണ്ടു പിടിച്ചില്ലേ? ഇത് അടുത്താണ് കൊട്ട വന്നിട്ടുണ്ട്. ഉഷാറാ. ഇതാണ് തൗഫീഖ്, സ്പീഡ് ഓഫ് തൗഫീഖ്. Since 1993. ഇല്ല അപ്പൊ ഗൈസ് അപ്പൊ അസ്കർ എത്തി, തൗഫീഖ് എത്തി, എല്ലാ ടീംസും ഇവിടെ ഉണ്ട്. ഇനി ബാക്കി എത്ര പേര് വരാണ്ടാ? വരാണ്ട്. അപ്പൊ ഇനി ഇത് ബാക്കി വന്നിട്ട് കാണാം. ആര് ഗൈസ്? സിബാന്റെ ആറടിക്കാനുള്ളത് ഇവിടെ. ആറടിക്കാനുള്ളത് ഞങ്ങളുടെ ടീമത്തെ വക്കീല് എന്തൊക്കെയാണ് വിശേഷങ്ങള്? നീ എന്താ 11:30 വീട്ടിൽ പോയിക്കുന്നത്? അർജന്റാണ് വേണ്ടി വിളിച്ചപ്പോ ഞാൻ എന്തോ ആയി. ഞങ്ങളുടെ ടീമത്തെ വക്കീലാണ്. ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഒറ്റ ആള് കൈകാര്യം ചെയ്യുള്ളൂ. എന്താ ശിവ, നീ കോടതിയിൽ കയറി ഇറങ്ങി ആൾക്കാർ പൊരിക്കുന്ന ആള്. എന്താ അതെ? ഞാൻ ഇന്നലെ വന്ന് വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പൊ ചെക്കനെ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ആരില്ലാന്ന് വിചാരിക്കണു. വീണ്ടും വ്ളോഗ് തുടങ്ങേണ്ടി വന്നു. അപ്പൊ ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബെൽജിയം മ്യൂണിക്കോ ഇത് നല്ലതാ. ചോക്കോനട്ട് ഇത് അതിന് പേര് എഴുതിയൊന്നും അറിയൂല അല്ലേ? ബെൽജിയം സൂപ്പറാ. വീണ്ടും സർപ്രൈസ്. അപ്പോ ആ കേക്ക് മുറി അവരെന്ന് കഴിച്ചത് അവരെന്നെ മുറിച്ചത് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഹാപ്പി 4th ആനിവേഴ്സറി ഇക്ക ആൻഡ് ബാബി. ഇതാണ് കഴിച്ച് നമ്മൾ മേടിച്ചിരിക്കുന്നത്. എന്തായാലും എത്ര ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് 2 ദിവസമായിട്ട് കംപ്ലീറ്റ് സർപ്രൈസ്. എന്താ ഞാൻ പറയുള്ളത് സർപ്രൈസിനെ കുറിച്ചിട്ട്? സർപ്രൈസ് കൊടുത്തിട്ട് ടോട്ടലായിട്ട് ഇരിക്കണത് വിളിക്കാം. ആമാ മറ്റേ TNT പോയി നോക്ക്. മറ്റേ ഇതിന്റെ മണ്ണി റോഡില്ലേ? ഹാപ്പി ആനിവേഴ്സറി. 4th ആനിവേഴ്സറി. 4th തന്നെയല്ലേ ആനിവേഴ്സറി? TNT
ആ TNT റെഡ് കളറിലുണ്ടാവും. അത് കക്കറിയല്ലോ. കഴിച്ചിട്ട് പോയാൽ മതി. ഇക്ക ആൻഡ് ബാബി. ഓക്കെ, സർപ്രൈസ് ഉണ്ട്. ആ ബാബി BHI. ഓക്കെ, ഇതാണ് സർപ്രൈസ് കൊടുക്കാൻ പോണ സംഭവം. നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോണത്. പാക്ക് ചെയ്തോ ബ്രോ, താങ്ക് യു. അപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടുണ്ടോ? അവർ പോയിട്ടുണ്ട്. ഇത്ര TNTയിലോ പോകണം, വേറെ കടയിലോ പോണത് ആണോ? ഇതൊന്ന് സ്കാൻ ചെയ്യും. അപ്പോൾ മുതലാളി പൈസ കൊടുക്കും. കൈ വെക്കുന്നതിന് തുറക്കാൻ പറ്റുമോ? അതെന്താ വേണോ? തേങ്ങ മണ്ണ വേണോ വീട്ടിക്ക്? എന്ത് എന്താണത്? എന്തത്? മോസ്റ്റ് സ്പൈസി ഒന്നും ഉണ്ടാവില്ല. ഇതാണ് സാധനം. നല്ല സ്പൈസി അത്. കൊറിയ നല്ല സ്പൈസിയാ. ഇപ്പൊ സ്പൈസി ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് മേടിക്കണ്ട. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ നോക്കാം അല്ലേ? അപ്പൊ ട്രൈ ചെയ്യാനാണ്. ബ്ലാക്ക് ആണ് സ്പൈസി വരുന്നത്. എത്ര ഉണ്ട്? എത്ര? എടുത്തോ. ആ കഴിഞ്ഞു. അതാ എടുത്തോ. ഇതാണോ സ്പൈസി ഉള്ളത്? ആ വേണോ? അവർക്ക് എന്തോ എരിവെള്ള കഴിക്കാനോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഒന്ന് മതി. ഒരു തേങ്ങ പണ്ണു. അപ്പൊ എത്ര? 10 മണി വരെ ഓപ്പണ്. ഇവിടെ തന്നെ കൂട്ടുപോകാം. നമ്മളിവിടെ അല്ലേ, ദുബായിലാണ്. ആ കാർഡ് കൊടുത്തോ. ബാഗില് ഓപ്പൺ ചെയ്യും. അപ്പൊ ഗൂഗിൾ പേ എന്താണെന്നറിയില്ല. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അങ്ങോട്ട് വർക്കാവുന്നില്ല. ഇപ്പം നമ്മൾ കാർഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെന്നും നിങ്ങളെ അത് നിങ്ങൾ കളിക്കുന്നത്. ഇവിടെ എന്ന് വന്നാലും നമ്മൾ കഴിക്കുന്ന ഒരു മുതൽ സാധനമാണ് തേങ്ങാപ്പണ്ണ്. താങ്ക് യു കാ. താങ്ക് യു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ്, നമ്മൾ കേക്കൊക്കെ മേടിച്ചു. കേക്കെല്ലാം മേടിച്ച് നമ്മൾ ഏതാ TNT അല്ലേ? TNT. ഇവിടുത്തെ നല്ല ചിക്കനാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ്. അവർ ഓർഡർ ചെയ്തിട്ടുണ്ടോ? നമ്മളെ വിളിക്കണ്ടായിരുന്നു മേലേക്ക്. ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മളെ വിളിക്കണ്ടായിരുന്നു ഓർഡർ ചെയ്യാനോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സർപ്രൈസ് നമുക്ക് അവർ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്താൽ പോയിട്ടോ. ഓക്കെ, TNT ഇവിടുത്തെ കിട്ടുന്ന ചിക്കനാണ് കേട്ടോ.
അല്ല പൊന്നെ എവിടെയാണ് ഓർഡർ ചെയ്താ ചെച്ചു നെട്ടു ഓർഡർ ചെയ്താ ആണോ കേറിക്കോ അപ്പൊ കഴിച്ച് നമ്മൾ TNT-യിലാണ് ഇക്കാന്റെ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. 100 വട്ടം അവസാനിപ്പിച്ചിട്ടുണ്ട് വ്ളോഗ്. ഇപ്പൊ ട്രീറ്റോട് കൂടിയിട്ട് ഈ വ്ളോഗ് അവസാനിപ്പിക്കണം. അല്ല ആ വ്ളോഗ് കഴിഞ്ഞു ഇത് പുതിയത്. ഫുഡ് ഓർഡർ ചെയ്താ ഹലോ ചെച്ചു എന്താ പറയണ ഷവായി മന്തി റൈസ് അതിനല്ലേ ഉള്ളൂ. എത്ര ഷവായി ഉണ്ട്? ആരൊക്കെ വരുന്നിക്ക? ഒരു ഫുള്ള് 4 പീസാ. ഇനി ആരൊക്കെ വരുന്നത്? No, don't touch. എന്തൊക്കെ ഓർഡർ ചെയ്തപ്പോ? കുബൂസ് അങ്ങനെ കുബൂസ് ഉണ്ടോ അതില്? ഷവായിന്റെ കുബൂസ് വരും. അത് വരും. വേണമെങ്കിൽ എക്സ്ട്രീം പറയാം കുബൂസ്. എത്ര ഫുള്ള് വേണം? 2.5 പറയേ. 3 ഫുള്ള് പറയേ. അതന്നെയല്ലേ ഷവായി മാത്രമല്ലേ വേറെ മോമോസ് ഫ്രഞ്ച് ഫ്രൈസ് അതല്ലേ ഉള്ളൂ. ഒറ്റ അതാണ് വലിയ മെയിൻ. ഒരു 3 ഫുള്ള് എടുക്കും. 3 ഫുള്ള് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല. 2 ഫുള്ള് എടുക്ക്. 8 കുബൂസ് ഉണ്ടാവും. മന്തി റൈസ് വേണം. ഒരു അല്ലാണ്ട് 8 കുബൂസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു മന്തി റൈസ് 2 മന്തി റൈസ് പറയും. 2 മന്തി റൈസ് അതുണ്ടോ? അപ്പൊ മന്തി റൈസ് വേണ്ട. അപ്പൊ റൈസ് വേണ്ടല്ലോ. റൊമാൽ റൊട്ടി ഉണ്ട് ഇത്ര. അപ്പൊ മന്തി റൈസ് വേണ്ട. അപ്പൊ അത് എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ പറ. നിങ്ങള് മൂപ്പരാളുണ്ടോ മെയിനായിട്ട് റൊട്ടി എന്തൊക്കെയാ ഉള്ളത്? അപ്പൊ റൊമാൽ റൊട്ടി ഒരു എത്ര വേണം? എത്ര റൊട്ടി വേണം? അതില് കുബൂസ് ഉണ്ടാവും 8 പീസ്. റൊമാലി വേറെ പറയണം. അല്ല അപ്പൊ റൈസ് ക്യാൻസൽ ചെയ്തു. റൈസ് ആര് കഴിക്കുക? അപ്പൊ റൈസ് ആണ് വേണ്ടത്. പകത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു റൈസ് എടുക്ക്, 4 റൊമാലി എടുക്ക്, അതിലുള്ളത് കൊടുക്ക്. ബാക്കി നമുക്ക് നോക്കി. മൊമോസ് വേണോ? സ്റ്റാർട്ടർ ആയിട്ട് ഒരു മൊമോസ് സ്പൈസി അല്ലാത്തത്. അത് മതി. ബാക്കി നോക്കിയിട്ട് പറ. പെപ്സി ഇല്ല. പെപ്സിക്ക് എതിരെയാണ് നിങ്ങള്? പെപ്സി ഇല്ല. മൊജിറ്റോ അങ്ങനത്തെ ഉള്ളു. എന്താണ് പെപ്സി വെച്ചിട്ടാ? അപ്പൊ പെപ്സി കൈ തന്നാ പോലെ. അത് നോക്കിയിട്ട് പറയാം. എടുക്ക്. അതിനൊന്നും ഇരിക്കൂല അവള്. വല്ലാത്തൊരു ഓർഡർ ആയി പോയല്ലോ.
ആരൊക്കെ വരുന്നു? മമ്മി വരുന്നുണ്ടോ? നമുക്കിന്ന് വണ്ടിന്റെ ഇത് എടുത്തിട്ട് വന്നാലോ? എടുത്തിട്ട് വന്നാലോ? പോണോ? പിന്നെ മമ്മി വരട്ടെ. ഓക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് കാണാം. അല്ല പറ അല്ല പറ അല്ല പറ പുല്ലു അല്ല പറ ഇവിടെ ഇരുന്നോ? ചേച്ചാ ആ കരീനവള് എന്ത്? ഇപ്പൊ നമ്മുടെ അതിഥികളും എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മിയും അസമോളും ഇവിടെ അങ്ങോട്ട് പോയാ. അപ്പൊ അവര് എന്തോ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇജാസ് കേക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നടന്നോ, നടക്കൂ ഗിഫ്റ്റും കൊണ്ട് നടക്കൂ. പോട്ടെ പോയിക്കോ. അല്ല എന്റെ ഫോൺ എവിടാ? നീയല്ലേ പേ ചെയ്തോളൂ? ആടിലല്ലേ കൊടുത്തത്, ഞാൻ ഫോൺ ഒന്നില്ലേ പിന്നെ പറയാൻ വലിയ വണ്ടിയിലുണ്ടോ? വണ്ടിയിലാണ്. ഉറപ്പാ? കേക്ക് ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്യും. അപ്പൊ മമ്മി എല്ലാരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ബ്രദേഴ്സ് ട്രാക്കിന്റെ ഒരു സ്നേഹ സമ്മാനം അത് നോക്കുന്ന കേട്ടേ പുറത്ത് വെക്ക്. മുറിച്ചോ? ഒന്നും കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും പ്ലേറ്റ് ഉണ്ടല്ലോ. ഫുഡ് കഴിച്ചിട്ട് കട്ട് ചെയ്യാം. അല്ല ജസ്റ്റ് കട്ട് ചെയ്തോ, ഒരു പീസ് കൊടുത്തിട്ട് ബാക്കി ചെയ്താൽ മതി. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ പൊന്നുവിനെ എടുത്തോ, ചെച്ചുവിനെ എടുത്തോ. നിന്നെ വേണ്ടേ ചേച്ചോ? അപ്പൊ 4th ആനിവേഴ്സറിന്റെ അല്ലേ? 4th ആനിവേഴ്സറിന്റെ കട്ടേതോ കയ്യോ. അപ്പൊ TNT-യില് നമ്മള് പിന്നെ 4th ആനിവേഴ്സറി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ബാക്കിയുള്ള കേക്ക് മുറിയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതാ മമ്മീന്റെ ഒരു ഗിഫ്റ്റോ? ഇതാ പോരെ, എന്ത് വേണോ? അപ്പൊ കേക്ക് ബാക്കിയൊക്കെ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മുറിച്ചിട്ട് കഴിക്കാം അല്ലേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. നമ്മള് തെരുവിത്തെ അപ്പൊ ഗൈസ് നമ്മളെ ടീമിനും കൂടി കണ്ടിട്ടുണ്ട്. അച്ചുക്ക, സനു, വൈജു, ഷിബു, നൗഷാദ്, നമ്മുടെ വലിയൊക്കെ ഗ്യാങ് കേട്ടോ. നമ്മുടെ ഇക്കമാരും ഗ്യാങ്ങാണ്. അപ്പൊ നമുക്ക് ഒരു സ്വീറ്റ് കൊടുത്ത് തുടങ്ങാം. നമ്മളിക്കുന്നു അങ്ങനെ പറയുന്നത് ചെറിയ പീസൊക്കെ കൊണ്ടുവന്നു അവന്റെ തന്നെ ഒരിക്കലും അല്ലെന്നോ. ഞാൻ ജസ്റ്റ് മേടിച്ചു. ഓൾറെഡി ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞാണ്. ഇത് ഞങ്ങളുടെ വ്ളോഗിലുള്ള ഒരു സർപ്രൈസ്. ഓൾറെഡി ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞാണ്. ഇതിന് കത്തി ഉണ്ട് അവിടെ, ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞങ്ങൾ കേക്കാണ് സനു ചെറുത് പറഞ്ഞത്. സനു നമ്മള് എവിടെ പോയിട്ടാണ് നമ്മള്
ഐസ്ക്രീം കഴിക്കാൻ പോവാ. വണ്ടിയിൽ നമ്മൾ പലപടി പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ. അല്ല നമ്മൾ ആ താഴെ മുറിക്കാതെ ഒരു കൊടുത്താണ്. ആർക്കട പൈസ ആണ്? കേക്കണ്ടാട്ടാ കേക്കണ്ടാട്ടാ. നമ്മള് പാപ്പാണ് ഇപ്പനെ കുറിച്ച് പറയണ്ട്. ഇവരുടെ കൂടെ ഉള്ള വ്ളോഗുകൾ നമുക്ക് ഇനിയും വരും. ഇവരുടെ കുറെ സ്പോട്ടുകളുണ്ട് അല്ലേ? അപ്പൊ പൊട്ടിക്കണ്ട. ഇവര് പാലക്കാട്ടില് നടും നെഞ്ചിന് പല പരിപാടികളും ചെയ്യുന്നവരാണ്. ആ പരിപാടികളല്ല നല്ല പരിപാടികൾ. അപ്പൊ അത് പ്രത്യേകിച്ച് പറയണം. അപ്പൊ അതിന്റെ എല്ലാം സ്പെഷ്യൽ ബ്ലോഗ്സ് നമ്മുടെ ഇതിന് വരും. അപ്പൊ എല്ലാവരും ആയെങ്കിൽ പറയുന്നതിന് നമ്മള് ഫുഡ് കഴിച്ചിറങ്ങി. അപ്പൊ ടീ ഉണ്ട്. കേക്ക് മുറിച്ചോ? കേക്ക് മുറിക്കണില്ലേ? ആ കേക്ക് ഇതാക്കണല്ലേ? കേക്ക് മുറിക്കല്ലേ നിങ്ങള്? എല്ലാവർക്കും ഇവർക്കൊക്കെ കൊടുക്കണ്ടേ? മമ്മിക്കൊക്കെ ഇതാരാ വണ്ടി? മമ്മീന്റെ പിന്നെ മമ്മി കേക്ക് മുറിച്ച് വയ്ക്കോ? നമ്മൾ ഇവിടെ തന്നെ ഉള്ളതല്ലേ, പക്ഷെ ദുബായിലാണെന്ന് മാത്രം. ആ ഇൻഷാല്ലാ നമുക്ക് ഒരു ഒഴിവുപോലെ അൽഹംദുലില്ലാ പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടുന്ന് TNT അവരുടെ എന്താണ് ബർത്ത്ഡേ സെലിബ്രേഷൻ, എന്താണ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാരും പിരിയാണ്. അപ്പൊ വ്ളോഗ് ചെയ്യണ ബാക്കിയുള്ള കുടുംബക്കാര് പിടിക്കേണ്ട ആള് 1, 2 ഇവരുടെ ആയിരുന്നു ആനിവേഴ്സറി. ഇവരായിട്ട് ഡീൽ ചെയ്താൽ മതി. ഇതിൽ ഞാൻ വീഡിയോ പകർത്തുന്ന ഒരാള് മാത്രം. അപ്പൊ ബാക്കിയുള്ള സർപ്രൈസ് ഈ വീഡിയോന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിൽ കാണാം.